പ്രിയദർശിനി ഓർഡിനറി സൗജന്യ യാത്ര ആരംഭിച്ചതോടെ പത്തനംതിട്ട ജില്ലയിലെ പ്രൈവറ്റ് ബസ് സർവീസ് അടച്ചുപൂട്ടലിന്റെ വക്കീലായി. ബസ് ഉടമകൾ മാത്രമല്ല, ബസ്സിലെ ആയിരക്കണക്കിന് സാധാരണ തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിലെ കച്ചവടക്കാരുടെയും ഓട്ടോ തൊഴിലാളികളുടെയും വരുമാനത്തിൽ വൻ ഇടിവാണ് പ്രിയദർശിനി സൗജന്യ യാത്ര മൂലം ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത്. രാവിലെ ചാലായാലും ഉച്ചയ്ക്ക് ചാലായാലും എല്ലാം കാലിയാണ്. പ്രിയദർശിനി സൗജന്യ യാത്ര ആരംഭിച്ചതോടെ ജില്ലയിലെ 80% സ്വകാര്യ ബസ്സുകളും നഷ്ടത്തിലായി. വരുമാനം 50%-ലേറെ ഇടിഞ്ഞു. ഇപ്പം 30 വണ്ടിയുള്ളവനായാലും 10 വണ്ടിയുള്ളവനും 16 വണ്ടിയുള്ളവനായാലും 2 വണ്ടിയുള്ളവനായാലും 1 വണ്ടിയുള്ളവനായാലും അവൻ ആത്മഹത്യയുടെ വക്കിലാണ്. ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികളും ആത്മഹത്യയുടെ വക്കിലാണ്. ഇതിനകത്ത് കുറിച്ച് 850 രൂപ 900 രൂപ 1200 ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് 600 രൂപ ശമ്പളം കൊടുക്കും. 600 രൂപ ശമ്പളം ഇത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഒരു നാണക്കേടുണ്ട്. തൊഴിലാളികളും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. തൊഴിലാളികൾക്കും ഭയങ്കര നഷ്ടമാണ്. നമുക്ക് വീട്ടിലേക്കൊന്നും അധികം പൈസ ഒന്നും ഇപ്പം കൊടുക്കാൻ പാടാണ്. 1000-500 രൂപയൊക്കെ കുറവാണ് ശമ്പളം. ഇങ്ങനെ പോയി എത്ര ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല. സ്വകാര്യ ബസ് സ്റ്റാൻഡുകളിലെ കച്ചവടക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും കനത്ത തിരിച്ചടിയാണ് സൗജന്യ യാത്ര നൽകിയിരിക്കുന്നത്. പൊതുവെ ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാർക്കും കച്ചവടമില്ല, ആള് സ്ഥിരമില്ല. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. സ്വകാര്യ ബസ് മേഖലയും സർക്കാർ സൗജന്യ യാത്ര ഏർപ്പെടുത്തണമെന്നും അതുമൂലമുണ്ടാകുന്ന നഷ്ടം സർക്കാർ ഏറ്റെടുത്ത് മേഖലയെ സംരക്ഷിക്കണമെന്നുമാണ് ബസ് ഉടമകളുടെ ആവശ്യം. കോഴഞ്ചേരി വരെ കാലിക്കോ. ഇതാണ് പത്തനംതിട്ട പ്രൈവറ്റ് സ്റ്റാൻഡിലെ അവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബസ് കോഴഞ്ചേരി ബസ്സാണ്. ഈ വണ്ടിയിൽ ആകപ്പാടെ 2 സ്ത്രീ യാത്രക്കാർ മാത്രമാണ് ഉള്ളത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമയോടൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.